കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ചാവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ബഡ്ജറ്റായിരുന്നു ഇന്നലെ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല എന്ന നിശ്ചയദാർഢ്യം നമുക്ക് കാണാം. പ്രയാഗ സമീപനത്തിലൂന്നി നിന്ന് ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്ന ഒരു രേഖയാണ് ഇത്. കേന്ദ്രം ഒറ്റയടിക്ക് കേരളത്തിന് നൽകാനുള്ള 57,400 കോടി രൂപ വെട്ടിക്കുറച്ചപ്പോഴും പരിമിതികൾക്കുള്ളിലും ഓരോ മേഖലയ്ക്കും മതിയായ വിഹിതം നീക്കിവെക്കുന്നതിലും ബഡ്ജറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു. അടുത്ത 3 വർഷത്തിനകം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ബജറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. വികസനത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിടുന്ന വിഴിഞ്ഞം തുറമുഖം, നൂതന ടൂറിസം പദ്ധതികൾ, IT, അനുബന്ധ മേഖലയിലെ പദ്ധതികൾ, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെയും ആകർഷിക്കുന്ന വിധം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതികൾ എന്നിവയ്ക്കാണ് പ്രധാന ഊന്നൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സമയബന്ധിതമായി കൊടുക്കുമെന്നും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റബ്ബറിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചു. പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മോദിയെപ്പോലെ നാരീശക്തി എന്ന് മേനി പറയുകയല്ല, ജെൻഡർ ബഡ്ജറ്റിന് വേണ്ടി 4,661.51 കോടി രൂപ മാറ്റിവെക്കുകയാണ് കേരളം ചെയ്തിരിക്കുന്നത്. 2 ദിവസം മുന്നേ കോർപ്പറേറ്റ് പൂജ നടത്തുന്ന കേന്ദ്ര ബഡ്ജറ്റ് നമ്മൾ കണ്ടതാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടോ എന്നാണ് നിർമ്മല സീതാരാമൻ ചോദിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും കർഷകർക്കും പ്രതീക്ഷ പകരുന്ന ഒരൊറ്റ പ്രഖ്യാപനം പോലുമില്ല. ഐതിഹാസികമായ കർഷക പ്രക്ഷോഭത്തിന് മുന്നിൽ മോഡി സർക്കാരിന് പിൻവലിക്കേണ്ടി വന്ന 3 കാർഷിക നിയമങ്ങൾ കുറുക്കുവഴിയിൽ നടപ്പിലാക്കാനുള്ള കുരുട്ടുബുദ്ധി തെളിഞ്ഞു കാണാം. BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയായി അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് എത്രയൊക്കെ നിറം പിടിപ്പിച്ചിട്ടും രാജ്യത്തെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി തുറന്നു കാണിക്കുന്നതായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ച ബജറ്റിൽ പതിവ് പോലെ കേരളത്തോടുള്ള അവഗണന തുടർന്നു. ഇതാണ് 2 ബഡ്ജറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. 2 രാഷ്ട്രീയങ്ങൾ തമ്മിലും 2 ആശയധാരകൾ തമ്മിലുള്ള വ്യത്യാസം. കേന്ദ്ര ബജറ്റ് ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നതിന് ഉത്തമ മാതൃകയാണ്. കേരളത്തിൻ്റെതാവട്ടെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ജനജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കാണിച്ചു തരുന്നു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടിയും LDFിൻ്റെ ഉറപ്പും തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രാവശ്യത്തെ കേരള ബജറ്റിന്റെ പുറംചട്ടയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. മോദി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതേ ഭരണഘടനയുടെ ആമുഖം. സൂര്യാസ്തമന മേഖലകളിൽ നിന്ന് സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റമായാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. അതെ, ഇത് കേരളത്തിന് സൂര്യോദയമാണ്. ഇരുട്ടിലായ ഇന്ത്യക്ക് ആകെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വെളിച്ചം പകരുന്ന പുതിയ സൂര്യോദയം.